ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടല്ലോ കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ കണ്ടോക്കുക. അതേപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയലില്ല ഞങ്ങൾ ഹോം ഷോപ്പിനെ കുറിച്ചിട്ട്. ഇപ്പം കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ ഹോം ഷോപ്പ് തെച്ചസോമാരെ റിവ്യൂ മീറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഹോം ഷോപ്പിലുള്ള CLCമാർക്കുള്ള റിവ്യൂ മീറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള CLCമാരെല്ലാവരും വരും. അതേപോലെ ഞങ്ങൾ 2 സാറുമാരും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ 11 മണിക്കാണ് ഞങ്ങളെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേന് നമുക്ക് ബിരിയാണിയൊക്കെ റെഡിയാക്കി എടുക്കണം. ഉച്ചക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ. എനിക്കും മീറ്റിങ്ങിൽ ഇരിക്കണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തലേ ദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ രാവിലെ നമുക്ക് അങ്ങനെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു 6 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ കിച്ചണിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഫ്രിഡ്ജ് പോയി തുറന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ ചിക്കന് ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടതിന്. പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ സാറുമാർ ബിരിയാണി കഴിക്കൂല, അപ്പോൾ അവർക്ക് സാദാ ചോറ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തിട്ട് അതിക്ക് വെള്ളം ഒഴിച്ചാണ്ട് ഉപ്പും സുർക്കയൊക്കെ ചേർത്താണ്ട് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിയലും അതേപോലെ മീൻ കറിയും മീൻ ഫ്രൈ ചെയ്തതും പിന്നെ പയറുപ്പേരി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ചോറിനുള്ള വെള്ളം ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിക്കനൊക്കെ ഉപ്പുമുളകും തേച്ച് വെച്ചതുണ്ട് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അതാ ഒരു പാത്രമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സവാളയൊക്കെ അരിയാനുണ്ട് കേട്ടോ. സവാളയൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിനി രാത്രിയിൽ. കഴുകി വെച്ചതാണ്, എന്നാലും ഒന്നും കൂടെ കഴുകിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ അടിയിൽ സ്ലൈസ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ കേട്ടോ. നമ്മുടെ കയ്യിൽ സ്ലൈസർ ഉണ്ടല്ലോ, അപ്പോൾ അതിന്മേലാവുമ്പോൾ എളുപ്പമുണ്ട്. അപ്പം ഒരു പണിയെടുക്കണതിൻ്റെ അടിയിൽ കൂടെ വേറെ ഓരോന്നും എടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എളുപ്പം തീർന്നോളും. പിന്നെ നമുക്ക് ഹെൽപ്പിനൊന്നും ആരുമില്ലല്ലോ, നമ്മളെ കൈ കൊണ്ട് തന്നെ എടുക്കണ്ടേ. പിന്നെ കുട്ടികളുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ ഓരെ കൊണ്ട് കഴിയുന്നതൊക്കെ ഒരു ചെയ്തു തരും. രാവിലെ തന്നെ ഒന്നും ഓരെ കിട്ടൂല. അപ്പോൾ ചിക്കൻ ഞാനിവിടെ ഒരു 2-3 ട്രിപ്പായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഓയിലൊന്നും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഓയിൽ ഒരുപാട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യലൊക്കെ എളുപ്പം തീരും. പക്ഷേ വെറുതെ ഓയിൽ പിന്നെ വേസ്റ്റ് ആക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ 2-3 പ്രാവശ്യം ആക്കിയിട്ട് ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സവാള അതിൻ്റെ അടിയിലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. കട്ടിംഗ് ബോർഡും കത്തിയൊക്കെ എടുത്തുകൊണ്ട് കട്ട് ചെയ്യാൻ നിന്നാൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് കുറേ സമയം വേണം സവാള അരിയാൻ വേണ്ടിയിട്ട്. പിന്നുള്ളൊരു പണി എന്താ വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇഞ്ചി തൊലി കളയാൻ പണിയില്ല, വെളുത്തുള്ളി തൊലി കളയാനാണ് പണി. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഞാൻ രാത്രിയിൽ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ കഴുകി ഒരു പാത്രത്തിലൊക്കെ ആക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ഒറ്റക്കാണെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലെങ്കിലും എളുപ്പത്തിൽ നമ്മളെ ജോലികളൊക്കെ നമുക്ക് തന്നെ തീർക്കാൻ കഴിയും. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയില്ല, ആസ്വദിച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ അത് നല്ല ടേസ്റ്റും ഉണ്ടാവും. അതേപോലെ തന്നെ കഴിക്കണവർക്കും തന്നെ ഇഷ്ടപ്പെടും. നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാക്കുമ്പോഴേ ആർക്കായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അത് അറിയൂല. അപ്പോൾ ആ സവാളൊക്കെ സ്ലൈസ് ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചോറിന് വെച്ച വെള്ളം ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കണ്ടേനി കേട്ടോ. വെള്ളം ഇങ്ങനെ തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി കഴുകിയിട്ട് അതും വേഗം ഇട്ട് കൊടുത്തു. അപ്പോൾ ചോറ് അവിടെ കടന്നിട്ട് വേവണുണ്ട്. പിന്നെ ചിക്കനും ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിതിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇനിയിപ്പം നല്ലോണം അങ്ങോട്ട് മൊരിയിച്ച് കൊടുക്കൊന്നും വേണ്ടേ, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നാൽ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ഒന്നിങ്ങോട്ട് ഫ്രൈ ചെയ്തുകൊണ്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. പച്ചക്ക് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. പച്ചക്ക് ഉണ്ടാക്കിയാലും അതിലേറെ ടേസ്റ്റാണ്. പക്ഷേ എന്താ വെച്ചാൽ ഇങ്ങനെ ഉടഞ്ഞു പോവും ചിക്കൻ. നമ്മൾ മസാല വിളമ്പുമ്പോഴേ എല്ലും അതിമത്തെ ഇറച്ചിയൊക്കെ വേറിട്ട് കാണ്ടേ കാരം. ഇങ്ങനെ ഒന്നങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ആ ഒരു കുഴപ്പമുണ്ടാവില്ല. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ അത് ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് കഴിയാനായിട്ടുണ്ട്. ഇനി ഒരു ട്രിപ്പും കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് മസാലയൊക്കെ ഇനി വേഗം ആവും. സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ, കഴുകിയാണ്ട്. ഞാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണി ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു അരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കൈമ റൈസ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു റൈസ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. അപ്പോൾ അത് കഴുകി വെള്ളം ഒഴിച്ചവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു അരിക്കന്നെ നല്ലൊരു സ്മെല്ലാട്ടോ. നമ്മളവിടെ അതിന് 1 കിലോക്ക് 110 രൂപയാണ് ഈ റൈസിന്.
ഇനിയിപ്പോൾ നിങ്ങളവിടെ എത്രയാണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ 110 രൂപ കേട്ടോ ഞാൻ വാങ്ങിക്കൽ. 110 രൂപക്കാണ് ഞാൻ വാങ്ങിക്കൽ കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ഇനി ആ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ സവാള ഇട്ട് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ 2.5 കിലോന് റൈസും 3 കിലോ ചിക്കനുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബിരിയാണി ഉണ്ടാക്കാൻ. അപ്പോൾ ഈ ഒരു അളവിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു 16-17 ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാനുണ്ടാവും കേട്ടോ ബിരിയാണി. അപ്പോൾ ചിക്കൻ ഇപ്പോൾ നമ്മൾ 3 കിലോനല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിക്ക് നമ്മൾ സവാള എടുത്തിട്ടുള്ളത് 1 കിലോ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തക്കാളി 1 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അതിനൊരു 3 തക്കാളി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതേനെ. അപ്പോൾ ഇനി അതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ 100 ഗ്രാം അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ എടുത്തിക്കണത്. പച്ചമുളകും അതേപോലെ തന്നെ. പച്ചമുളകൊക്കെ പിന്നെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. എരിവ് കുറവുള്ളതാണെങ്കിൽ കുറച്ച് അധികം വേണം. അതൊക്കെ നമുക്കറിയാലോ. അതേപോലെ തന്നെ ഇഞ്ചിനെക്കാട്ടിലും കൂടുതൽ വെളുത്തുള്ളി ആവണം. അപ്പോഴാണ് ബിരിയാണീൻ്റെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി കൂടുതലും അങ്ങനെ ആവണം കേട്ടോ. അപ്പോൾ സവാളയ്ക്ക് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനി. അപ്പോൾ സവാള ഒന്നുകൊണ്ട് വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും ചേർത്ത് കൊടുത്തു. പിന്നെ തക്കാളി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരണം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കട്ടോ. നിങ്ങൾക്കിത് വീഡിയോയിൽ കാണുമ്പോൾ വിചാരിക്കും ഇത്ര എളുപ്പം കൊണ്ട് സവാളയൊക്കെ വഴന്ന് വന്നോ, സവാള ഒന്നും വാടിയിട്ടില്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ വരലുണ്ട് കേട്ടോ. സവാളയൊക്കെ നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം തന്നെയാണ് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കലും മസാല റെഡിയാക്കലും ഒക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ സമയമൊക്കെ വീഡിയോയിൽ കാണിക്കുമ്പോഴേ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ചുരുക്കി എഡിറ്റ് ചെയ്ത് ചുരുക്കണതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ഇപ്പോൾ ഒക്കെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി, അതേപോലെ തന്നെ ബിരിയാണി മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പൊടികളായിട്ട്. മുളക് പൊടി ഞാൻ ബിരിയാണിക്ക് ചേർക്കലില്ല. പച്ചമുളകിൻ്റെ എരിവും കുരുമുളക് പൊടിൻ്റെ എരിവും ഒക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാവൽ. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും വേണം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തപ്പം ആ കൂട്ടത്തിൽ വലിയ ജീരകവും കൂടെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചേർക്കാതെ തന്നത്. പിന്നെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി 2 നാരങ്ങ നീര് പിഴിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈരാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തൈരൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ പുളിക്കനുസരിച്ചിട്ട് ചേർക്കുക. ചില സമയത്ത് കിട്ടുന്ന തൈരിന് നല്ല പുളിയേക്കാരം. അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ചില സമയത്ത് തൈര് വാങ്ങിക്കുമ്പോൾ പുളി നോക്കുമ്പോൾ പുളി കുറവേക്കാരം. അപ്പോൾ കുറച്ചധികം ചേർക്കണം. അപ്പോൾ അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ആയിട്ടോ ഒക്കെ ചേർത്തൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ മസാലയ്ക്ക് ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല. കാരണം ഷുഗറുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇനി വെറുതെ നമ്മൾ പഞ്ചസാര ചേർത്താണ്ട് ഓരൊക്കെ പഞ്ചസാര ഒഴിവാക്കുന്ന ആൾക്കാരാവും. അപ്പോൾ ഇനി നമ്മൾ പഞ്ചസാര ചേർത്താണ്ട് ഇനിയിപ്പോൾ കുറച്ചാണെങ്കിലും അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തു. കറിവേപ്പിൻ്റെ ഇല ഉള്ളി വഴറ്റിയപ്പോൾ ചേർക്കേണ്ടതാണ്. അപ്പോൾ ചേർക്കാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കറിവേപ്പിൻ്റെ ഇല കുറച്ച് ചേർത്താൽ മതി ബിരിയാണി മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ. കുറേ ചേർത്താൽ ബിരിയാണീൻ്റെ ടേസ്റ്റ് പോകുമെന്ന് പറയണേക്കെ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഓരോരുത്തർ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അതൊക്കെ. പിന്നെ മസാലയ്ക്ക് കുറച്ച് ആർക്കേജിൻ്റെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടോ. മസാല റെഡിയായി അവിടെ അടച്ചു വെച്ചു. പിന്നെ മീനുണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അത് ഐസൊക്കെ വിടാൻ വേണ്ടി ഞാൻ രാവിലെ തന്നെ എടുത്ത് വെച്ചിരുന്നല്ലോ. പിന്നെ അതിക്ക് മസാലയൊക്കെ തേച്ച് വെച്ച് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വന്നപ്പോൾ തന്നെ 6:50 ആയിട്ടോ സമയം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും വേണം അതിൻ്റെ ഇടയിൽ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിന്ന് പുട്ടാണ് ഉണ്ടാക്കിയത്. പുട്ടാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ പുട്ടും ചുട്ടെടുത്ത് പിന്നെ പഴവും പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അപ്പം പുട്ടും പഴവും കൂട്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി. ഇനി ഞാൻ മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് അതുവഴിക്ക് ചേർത്തിട്ട് ഒന്നും ഇങ്ങോട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരണം കേട്ടോ. പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം അതിലേക്കുള്ള മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മളെ ഹോം ഷോപ്പത്തെ ഫിഷ് മസാലയാണ് കേട്ടോ എടുത്തിട്ടുണ്ട്. അതിന് ആ ഒരു ഫിഷ് മസാലയും ചേർത്ത് കൊടുത്തു. അപ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ നല്ലോണം കുറച്ച് കൊടുക്കണം കേട്ടോ. അത് നല്ല കട്ടിയുള്ള മണ്ണിൻ്റെ ചട്ടിയാണ്, ചിലപ്പോൾ അതിൽ കടന്നിട്ട് കരിയും. അപ്പോൾ അതേപോലെ തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കും വേണം. അങ്ങനെ ആ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഞാൻ അവിടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടേനി. അപ്പോൾ ആ ഒരു തേങ്ങ ചിരകിയതും ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഇങ്ങോട്ട് വറുത്തെടുക്കണ്ട കേട്ടോ. ഇങ്ങനെ മൊരിച്ച് വറുത്തെടുക്കൂല, അങ്ങനെ വേണ്ട.
ആ തേങ്ങൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. തേങ്ങ ഒന്നും ഇങ്ങോട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മീൻ കറി ഉണ്ടല്ലോ സാറുമാർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ റെസിപ്പി കാണിച്ചത്. എന്തായാലും ഞാൻ ഇത് ഉണ്ടാക്കിയപ്പോൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിനി. പിന്നെ ആ ഒരു ചട്ടി തന്നെയാണ് കേട്ടോ പിന്നെ വീണ്ടും അടുപ്പത്ത് വെച്ചത്. ആ ഒരു ചട്ടിക്ക് പിന്നെ ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തു. കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തു. ഇനി ഈ ഒരു സമയത്തെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർക്കേണ്ടേനി കേട്ടോ. ഞാനത് ആ ഒരു സമയത്ത് വിട്ടുപോയി. പിന്നെയാണ് തക്കാളി ചേർക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി ചേർക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ തക്കാളി കുറച്ച് വലിയ പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടേക്കാണ്. അതേപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും ഇങ്ങനെ കീറിയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെ തന്നെ കഴുകിയിട്ട് കൊടുത്തേക്കാം കേട്ടോ. അത് ഇട്ടിട്ട് ഒന്നാണ് വഴറ്റിയെടുത്തു. നല്ലോണം വഴറ്റിയെടുക്കണ്ട, തക്കാളി ഉടയണ്ട കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് കൊടുമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഒരു 3-4 എണ്ണം അതും അതിക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയ ചെറിയ കൊടുമ്പുളിയാണ് കേട്ടോ. വലിയ പുളിയാണെങ്കിൽ 1-2 ഒക്കെ ചേർത്താൽ മതി. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ജാറ് ചുഴറ്റിയിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ എളുപ്പമാണ് കേട്ടോ ഈ ഒരു മീൻ കറി ഉണ്ടാക്കാൻ. ഇനിയിപ്പോൾ ഇത് തിളച്ച് വരുമൊന്നും വേണ്ട. തിളക്കണതിൻ്റെ മുന്നേ തന്നെ നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാനിവിടെ കഷ്ണമീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു കറി ഉണ്ടാക്കുക. അതുപോലെ തന്നെ ശരിക്ക് തലേ ദിവസം ഈ മീൻ കറി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തെ നിങ്ങൾക്ക് നല്ലോണം ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ പുളി ചേർക്കണത് കുറച്ചാൽ മതി. പുളി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ പുളി കൂടിപ്പോവും. കൊടുമ്പുളി ആവുമ്പോഴേ തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസത്തേക്ക് എടുക്കുമ്പോൾ പുളി കൂടും. അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇതിപ്പോൾ ഉച്ചക്കൊക്കെ അല്ലേ, അതുകൊണ്ടാണ് കുറച്ച് പുളി അധികം ചേർത്തത്. പിന്നെ ഇത് വെന്തതിന് ശേഷം ഞാൻ ഒരു പുളിയിൽ നിന്ന് എടുത്ത് മാറ്റിയും ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിക്ക് വാളംപുളി ചേർക്കണക്കാട്ടിലും ടേസ്റ്റ് കൊടുമ്പുളി ചേർക്കുമ്പോഴാട്ടോ. അങ്ങനെ മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് അടച്ച് വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മീൻ കറി തിളച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്കറിയാം മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതാ കണ്ടില്ലേ നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. പിന്നെ മൺചട്ടിയും കൂടി അല്ലേ, അപ്പോൾ അതിൽ കടന്നിട്ട് അങ്ങനെ ആക്കും പോലെ അങ്ങനെ തിളച്ച് വന്നോളും. ഒരു 2-3 മിനിറ്റും കൂടെ അങ്ങനെ അടുപ്പത്ത് തന്നെ വെക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അങ്ങനെ ഇതാട്ടോ മീൻ കറിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഉലുവയും കടുകൊക്കെ പൊട്ടിച്ചെടുത്തതിന് ശേഷം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണമെന്ന്. ചെറിയ ഉള്ളി ചേർക്കാൻ ഞാൻ മീൻ കറി ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനെന്ത് വിചാരിച്ചു, അപ്പോൾ ചേർക്കാൻ മറന്നില്ല. അപ്പോൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണയിൽ പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞ് തൂമിച്ചാണ്ടേക്ക് ഒഴിച്ചു കൊടുത്തുട്ടോ. അങ്ങനെ ആകുമ്പോഴേ മീൻ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെറിയ ഉള്ളി എന്തായാലും ചേർക്കണം, മറക്കാതെ ചേർക്കണം കേട്ടോ. എൻ്റെ പോലെ മറക്കരുത്. എനിക്കാണെങ്കിൽ ചിലപ്പം ഭയങ്കര മറവിയാണ്. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഇത് തൂമിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒന്ന് ഉറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ തൂമിച്ച് മീൻ കറിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടോ. അങ്ങനെ മീൻ കറിയൊക്കെ അവിടെ ആയിട്ടുണ്ട്. പിന്നെ വേഗം വന്നിട്ട് അടുപ്പ് കത്തിച്ച് ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ബിരിയാണി റൈസ് വേവിച്ചെടുക്കണ്ടേ. അപ്പോൾ നെയ്ച്ചോറാക്കിയിട്ട് വറ്റിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അരി ഇനിയിപ്പോൾ എത്ര നേരമാണ് വെള്ളത്തിലിടേണ്ടത് ചോദിക്കും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ. ഒരു അരമണിക്കൂറൊക്കെ മതി കേട്ടോ, വെള്ളത്തിലിട്ടാൽ മതി. പിന്നെ അത് ഊറ്റി വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളത്തിൽ നിന്ന്. ഇനി ഇതാ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതേപോലെ തന്നെ കുറച്ച് ആർക്കേജിൻ്റെ നെയ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക, കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ കുറച്ച് സവാള അരിഞ്ഞത് മാറ്റി വെച്ച് ഇനിയും അതും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അതാ ബിരിയാണി മസാല ഒന്ന് നോക്കിട്ടോ, ഉപ്പും എരിവും പുളിയൊക്കെ പാകമാണോ നോക്കി. ഇല്ലെങ്കിൽ നമുക്ക് ഇതിക്ക് എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളെ കുറേ സവാളയും കുറേ തക്കാളിയും ഒക്കെ ഇട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ബിരിയാണി മസാല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഒക്കെ പാകത്തിന് ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുള്ളൂ കേട്ടോ. ഉള്ളിയൊക്കെ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു മതിരിപ്പേക്കാരം. എന്നാൽ കുറച്ചൊരു മസാല വേണേനും. അങ്ങനെയാണ് എനിക്ക് ബിരിയാണി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഈ മസാല നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇപ്പം കളറില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് കുറവാക്കിയിട്ട് തന്നെയാണ് ചേർക്കൽ. ആ മഞ്ഞ കളർ കൂടുതലുള്ള ബിരിയാണി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഒരു പാകത്തെ കളറിലുള്ള ബിരിയാണിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ മഞ്ഞൾ അതുകൊണ്ടാണ് കുറക്കണത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചേർക്കാം. അപ്പോൾ അതാ നമ്മളെ സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഒരു പാത്രത്തേക്ക് കോരി മാറ്റും. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതും ഇതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്.
ഇപ്പോൾ ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. തീ അങ്ങോട്ട് കത്തിയാലേ പെരും കത്തലാണ്, ഇല്ലാന്നുണ്ടെങ്കിലോ കത്തി കിട്ടൂല. ഇപ്പോൾ കുറേ ദിവസമായിക്കണം അടുപ്പ് കത്തിച്ചിട്ട്. പിന്നെ കമൻറ്റ് ബോക്സിലൊക്കെ ഇങ്ങനെ ചോദിക്കലുണ്ട് കേട്ടോ ഓരോ കൂട്ടുകാർ, ഇപ്പോൾ എന്താ തീരെ അടുപ്പ് കത്തിക്കലില്ലേ. അടുപ്പ് കത്തിക്കലില്ല വെച്ചാൽ മഴ ആയതുകൊണ്ടാണ്, പിന്നെ അതേപോലെ തിരക്കേക്കാരം. അപ്പോൾ ഗ്യാസുമ്മലാകുമ്പോൾ കുക്കിംഗ് എളുപ്പം കഴിയുമല്ലോ. അടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ പാത്രങ്ങളും കരി പിടിക്കും. അപ്പോൾ പാത്രങ്ങളും കഴുകാൻ കുറച്ച് സമയം അധികം വേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും ധൃതിയുള്ള സമയമൊക്കെ ആകുമ്പോൾ, അപ്പോൾ ഇനി കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഓരോരോ തിരക്കുകൾ തന്നെയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ അടുപ്പ് കത്തിക്കാനൊന്നും നിൽക്കില്ല. എങ്ങോട്ടെങ്കിലും പോവാണ്ടെങ്കിൽ വേഗം കുക്കിങ്ങൊക്കെ തീർത്തിട്ട് പോവലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തത് അതിൽ നിന്നാണ് മാറ്റിയതിന് ശേഷം ആ ഒരു ചെമ്പക്ക് തന്നെ ആ നെയ്ക്ക് അരി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കുള്ള വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഞാൻ അളന്നിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ടേന്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ടേന് ഗ്യാസുമല്ലി. അപ്പോൾ ആ തിളച്ച വെള്ളമായിക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ചു വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട്, അപ്പോൾ ഇതാട്ടോ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഇങ്ങോട്ട് തിളച്ച് വന്നതിന് ശേഷം തീ ഒന്നും ഇങ്ങോട്ട് കുറച്ച് കൊടുക്കാം കേട്ടോ. നല്ലോണം പിന്നെ തീ കത്തിക്കഴിഞ്ഞാൽ എളുപ്പം വെള്ളമാണ് വറ്റും. അപ്പോൾ ഉള്ളിലത്തെ അരി ഒക്കെ വേവാൻ കുറച്ച് പ്രയാസമാവും. അപ്പോൾ തീ കുറച്ചൊന്നാണ് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാട്ടോ വെള്ളമൊക്കെ ഇപ്പോൾ ഏകദേശം വലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേ ഒന്നും കൂടെ ഉണ്ട് വെള്ളം വലിഞ്ഞ് വരാൻ. അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇനിയിപ്പോൾ തീ കത്തണമെന്നില്ല, കനലുമ വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. ആദ്യം ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തിളപ്പിച്ചൂറ്റിയിട്ട് തന്നെ കേട്ടോ വെക്കൽ. തിളപ്പിച്ചൂറ്റിയിട്ട് വെക്കുമ്പോൾ അതൊരു പണിയാണ്, കുറേ സമയം അങ്ങനെ പോവും. ഇത് വറ്റിച്ചെടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു ബേജാറും ഇല്ല, എളുപ്പത്തിൽ തീരും. ഇങ്ങനെ പെട്ടെന്നൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ എളുപ്പമാണ് ഇങ്ങനെ നെയ്ച്ചോറാക്കിയിട്ട് വറ്റിച്ചെടുക്കണത്. ഇപ്പോഴാണ് കേട്ടോ എനിക്ക് ആ ഒരു സുഖം മനസ്സിലായത്. ഞാൻ ആദ്യമൊക്കെ അരി തിളപ്പിച്ചൂറ്റിയാണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറയും നിങ്ങളൊന്ന് വറ്റിച്ച് ഉണ്ടാക്കി നോക്കിയെന്ന് പറയും. അപ്പം ഞാൻ ആദ്യമൊക്കെ ഈ ദുൽഹാൻ എന്നുള്ള അരിയാണ് എടുക്കൽ. ആ അരി എടുത്തുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നെയ്ച്ചോറാക്കിയിട്ട് വെച്ചാൽ അത് വേവാറില്ല കേട്ടോ, റെഡിയായി കിട്ടലില്ല. അപ്പോൾ തിളപ്പിച്ചൂറ്റിയിട്ട് തന്നെ വെക്കൽ അങ്ങനെ. ഈ കൈമ റൈസ് യൂസ് ചെയ്തപ്പോൾ നല്ല സുഖം കേട്ടോ. ഇത് ഇതേപോലെ വറ്റിച്ചെടുക്കുന്നതാണ് ടേസ്റ്റും കൂടുതൽ, എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. അങ്ങനെ റൈസൊക്കെ വന്നപ്പോഴേ അടുപ്പ് ഒഴിഞ്ഞല്ലോ, അപ്പോൾ നല്ല കനലും ഉണ്ട് അടുപ്പത്ത്. അപ്പോൾ ഞാൻ വേഗം മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മീനായിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി മീനൊക്കെ ഫ്രൈ ആയി വരുമ്പോഴത്തേന് നമുക്ക് ബിരിയാണി മസാല ചെമ്പക്കാക്കി കൊടുക്കുക. ഞാൻ ഈ ഒരു ചെമ്പിലാണ് കേട്ടോ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. മറ്റേ ചെമ്പ് വട്ടത്തിലുള്ള ചെമ്പിൻ്റെ അടുത്തുണ്ട്, അത് വലിയ ചെമ്പാണ്. അപ്പോൾ അതെടുക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ചെറിയ ചെമ്പുണ്ട് കേട്ടോ. അതിങ്ങനെ ഇതേപോലെയുള്ള ചെമ്പാണെന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിക്ക് ആക്കാമെന്ന് വിചാരിച്ചു. മസാലയൊക്കെ അതിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ മസാലയ്ക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണത് നല്ലതാട്ടോ, എന്നാൽ അത് അടി പിടിക്കൂല. അതേപോലെ തന്നെ ഞാൻ ചെമ്പിൻ്റെ താഴെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാലയും തന്നെ ഒന്നും ഇങ്ങോട്ട് അഴിഞ്ഞു കിട്ടും. അങ്ങനെ താട്ടോ റൈസൊക്കെ വേവിച്ചതായിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാളയും മണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതുണ്ടായിരുന്നല്ലോ, അതിക്ക് ഞാൻ മല്ലിയിലയും പുതിനയിലും അരിഞ്ഞതും ചേർത്തിന് കേട്ടോ. പിന്നെ നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലാസ്റ്റ് കോരുന്ന സമയത്ത് കുറച്ച് മല്ലിയിലും പുതിനയിലൊക്കെ അതിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ നെയ്യിലും ആ ഒരു ഫ്ലേവർ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു നെയ്യിൻ്റെ സ്മെല്ലൊക്കെ അതിക്ക് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ അതിക്ക് കുറച്ച് ബിരിയാണി മസാലയും ചേർത്തിട്ടുണ്ടായിനി. പിന്നെ അങ്ങനെ ലെയറായിട്ട് ഇതിക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ റൈസ് വേവിക്കണ സമയത്താണ് ചിലർക്ക് ഒരു പേടി വരല്, റൈസ് വേറുമോ അതോ വേവൂലേ അങ്ങനെയുള്ള തോന്നൽ. അങ്ങനെ ഉള്ള തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ വേറെന്നുള്ള പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങനീര് റൈസ് വേവിച്ചെടുക്കണ വെള്ളത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീര് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം അങ്ങനെ അരി പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോവില്ല. അപ്പം നമ്മൾ റൈസൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടോ അതിക്ക്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ആർക്കേജിൻ്റെ നെയ്യോ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും. ഇനി കുറച്ച് മൈദ വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കണം. എന്നാലുള്ള ബിരിയാണിക്ക് നല്ലോണം ദമ്മ് കയറുക. ദമ്മ് കയറിയ ബിരിയാണിയാണ് കഴിക്കാൻ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പം അപ്പോഴല്ലേ ദം ബിരിയാണി ആവുള്ളൂ അല്ലേ. അങ്ങനെ അത് അവിടെ അടച്ചു വെച്ചിട്ടോ. അപ്പോഴത്തേന് മീനൊക്കെ ഫ്രൈ ചെയ്തത് ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുത്തു. മീനൊക്കെ ആയിട്ടുണ്ടേനും. മീൻ വെട്ടിയത് ചെറിയ പീസാക്കിയിട്ടാട്ടോ എനിക്ക് വെട്ടി കിട്ടിയത്. ഞാൻ അയാളോട് വലിയ പീസാക്കി വെട്ടാൻ പറഞ്ഞിരുന്നു, പക്ഷെ അയാൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്ത് തന്നത്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. മീനൊക്കെ ഫ്രൈ ചെയ്തത് ഞാൻ മാറ്റി കൊടുത്തു, വേറെ പാത്രത്തിൽ ആക്കി കൊടുത്തു. പിന്നെ ആ ഒരു അടുപ്പത്ത് തന്നെ നമ്മൾ ബിരിയാണി ദം ചെയ്തെടുത്തിട്ടുണ്ട്.
ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് തീ ഒന്നും കത്തിച്ചു കൊടുത്തു. എന്നിട്ട് ആ കനൽമ തന്നെ അങ്ങനെ വെച്ചേക്കാട്ടോ. പിന്നെ വേഗം അതിക്കുള്ള സാലഡൊക്കെ റെഡിയാക്കി എടുത്തു. സവാളയും അതേപോലെ തന്നെ കക്കരിയൊക്കെ നമ്മളെ ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് പച്ചമുളകും ഒക്കെ ഇട്ട് അതും ഇവിടെ തൈരൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് അനീഷ വന്നിട്ടുണ്ടായിട്ട് ആ ഒരു സമയമായപ്പോഴത്തേന്. അപ്പോൾ ഓള് അവിയൽ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവിയലിനുള്ളതൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പയറുപ്പേരി ഉണ്ടാക്കി. അതേപോലെ തന്നെ അവർ വരുമ്പോൾ കൊടുക്കാൻ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കി. പിന്നെ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് കയറി. ആ ഒരു സമയത്താട്ടോ ഒരു വന്നപ്പോൾ പിന്നെ വന്നതും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ചായയും വെൽക്കം ഡ്രിങ്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി ഉച്ചയായപ്പോൾ. അപ്പോൾ അതാ നമ്മൾ സതീഷ് സാറാണ് കേട്ടോ ബിരിയാണിൻ്റെ ദമ്മൊക്കെ പൊട്ടിച്ചത്. അപ്പോൾ ഞാൻ മേലെ ടേബിളിൽ ഫുഡ് കൊണ്ടുവയ്ക്കാൻ നിന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാണ്ട് അവിടെ ഇരുന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാണ്ട് ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും ഫുഡ് കഴിച്ചത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ വിചാരിക്കും സാറുമാരൊക്കെ വന്നിട്ട് ഇവിടെയാണോ ഈ ഫുഡ് കൊടുത്തത് എന്ന് വിചാരിക്കൂലേ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഞാൻ പറഞ്ഞത് കേൾക്കാതെ ഇവിടെ ഇരുന്നിട്ട് കഴിച്ചാൽ മതിയെന്ന്. CLC-മാരും അങ്ങനെ തന്നെ കേട്ടോ എല്ലാവരും. ഇത് നല്ലൊരു കൂട്ടായ്മയാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു ഹോം ഷോപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ CLC റിവ്യൂ മീറ്റിംഗ് നടക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഓഫീസിൽ വെച്ചിട്ടാവും, കാവനൂർ ഓഫീസിൽ വെച്ചിട്ടാണ് നടക്കൽ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും CLC-മാരെ വീട്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കാവനൂർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ നടക്കൽ. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി തന്നെ. ഫുഡും തന്നെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ സാറ് പ്രത്യേകിച്ച് പറഞ്ഞു മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടായിനി എന്നൊക്കെ പറഞ്ഞു. അതേപോലെ ബിരിയാണിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. പിന്നെ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. എടുത്ത വീഡിയോസ് നിങ്ങൾക്കാണ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഏതായാലും നമുക്കിന്ന് വീഡിയോ ഇടാനില്ല. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ ശരിക്കും നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഇടും, അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഇടൂല. അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പോണത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയം കൂടെ ഉണ്ടായിന് മീറ്റിംഗ്. അങ്ങനെ പിന്നെ മീറ്റിംഗൊക്കെ കഴിഞ്ഞ് കട്ടൻ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾക്ക് സാലറി ഇന്നത്തെ ദിവസമാണ് കേട്ടോ. CLC-മാർക്കുള്ള സാലറി ഇന്നാണ് കിട്ടുക. അപ്പോൾ ഞങ്ങൾ അക്കൗണ്ടൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും സാലറിയൊക്കെ തന്നു. അപ്പോൾ നമ്മളെ ഒരു മാസത്തെ അധ്വാനത്തിൻ്റെ ഫലമല്ലേ ഈ സാലറി ഇങ്ങനെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, അതും ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും സാലറി ഒക്കെ കിട്ടി. പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്താണല്ലോ പുഴ. അപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പുഴ കാണണം എന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും പിന്നെ പുഴയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയി. പുഴയിലാണെങ്കിൽ നല്ലോണം വെള്ളം ഉണ്ട് കേട്ടോ. ഇപ്പം ഞാനും അലക്കാനൊന്നും വരില്ലല്ലോ, കുറേ ആയിക്കണ് വന്നിട്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം കൂടുതലാവുമ്പോൾ നമുക്ക് അലക്കാനൊക്കെ ഒരു പേടിയാണ്. പുഴയിലും തന്നെ എപ്പോഴാണ് വെള്ളം കൂടാന്നൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ ഞങ്ങൾ വെള്ളത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഈ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നിട്ട് അങ്ങനെ പുഴയൊക്കെ കാണുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാവർക്കും നല്ല സന്തോഷമൊക്കെയായി പുഴയൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസം തന്നെ ആയിനി, നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ദിവസം തന്നെ ആയിനി. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഐഫക്കുട്ടിക്ക് പനിയാണെന്നൊക്കെ പറഞ്ഞ് മാഷ് കൊണ്ടുവന്നാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അത് പിന്നെ വേറെ ഉണ്ട്. അപ്പം കുട്ടികളെ ഡോക്ടറെ കാണിക്കാനൊക്കെ പോകണം. എല്ലാവർക്കും പനിയാണ് കേട്ടോ കുട്ടികളെ. അപ്പോൾ അതുകൊണ്ടാണ് ഓല വല്ലാതെ ഞാൻ വീഡിയോയിലും കാണിക്കാറുന്നത്. പിന്നെ സാറുമാർ വന്നപ്പോഴേ ഞങ്ങൾക്ക് കുറച്ച് കർക്കിടക കഞ്ഞി കിറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ കർക്കിടക മാസം വരല്ലേ, കർക്കിടക കഞ്ഞിയൊക്കെ നമ്മൾ കുടിക്കുന്നത് നല്ലതാണ്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട്. ഇതിൽ ചേർത്ത ഔഷധങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതേപോലെ തന്നെ എന്തൊക്കെ ധാന്യങ്ങൾ ചേർത്തിട്ടാണെന്നും അതേപോലെ അതിൽ മരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒക്കെ കൂടെ പാക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്